റബീഇലേക്ക് നമ്മൾ അടുക്കുകയാണ്, വസന്തം വരാനിരിക്കുകയാണ്, മുത്തുനബിയിലേക്കുള്ള യാത്രയിലാണ്, സഫറിലാണ് നമ്മളുള്ളത്. ആ സഫർ ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ആ സഫറാകുന്ന യാത്ര അതേ അവസാനിച്ചിതാ റബീഇലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദത്തിന്റെ പൂത്തിരികൾ പ്രജ്വലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ പ്രകീർത്തനത്തിന്റെ ദിനരാത്രങ്ങളാണ്, മുത്തുനബിയിൽ അലിഞ്ഞു ചേരുന്ന ദിനരാത്രങ്ങളാണ്, മൗലിദിന്റെ ഈരടികളാണ്, സ്വലാത്തിന്റെ ഈരടികളാണ്, മദീനയിലേക്ക് പറക്കാനുള്ള വെമ്പലാണ്, വിശ്വാസികളുടെ ആവേശമാണ്. മദീന, ആ മദീനയിലേക്ക് ഹൃദയം പറിച്ചു നടുകയാണ്. ഈമാന് മദീനയിലേക്ക് മടങ്ങുകയാണ്. മദീന ഒരു ഹരമാവുകയാണ്. മുത്തുനബി ഹൃദയാന്തരങ്ങളിൽ കുടികൊള്ളുകയാണ്. എല്ലാവരുടെയും മനസ്സിലും കൽബിലും നാവിലും അവരുടെ ചിന്തകളിലും അവരുടെ എഴുത്തുകളിലും വരകളിലും അവരുടെ സ്റ്റാറ്റസുകളിലും അവരുടെ ഷെയറുകളിലും അവരുടെ ബിഹേവിയറുകളിലും അവരുടെ ചിന്തകളിലും അവരുടെ സർവത്തിലും ഒരേ ഒരു ചിന്ത മാത്രം, മദീന മദീന. മദീനയിലെ പവിത്രമായ ഖുബ്ബത്തുൽ ഖളറായിന്റെ താഴെ ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങളിൽ വിശ്രമിച്ചുകൊണ്ട് ഈത്തപ്പനയോലകളുടെയും മുന്തിരിവള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിച്ച് 140 കോടി മുസൽമാന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ പൊന്നാര മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ മുത്തുനബിയെ പാടുകയാണ്, പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഖൽബിലാണ് എന്റെ മുത്തുനബി, ഹൃദയത്തിലാണ് എന്റെ മുത്തുനബി, മനസ്സിലാണ് എന്റെ മുത്തുനബി, കണ്ണിലാണ് എന്റെ മുത്തുനബി, അതേ നമ്മുടെ സംസാരത്തിലാണ് നമ്മുടെ മുത്തുനബി, നമ്മുടെ ഹൃദയാന്തരങ്ങളുടെ അകത്തളങ്ങളിൽ ആ മുത്തുനബിയാകുന്ന കരളിന്റെ കഷ്ണമായ പൊന്നാര നബിയുണ്ട്. ഇനി നമുക്ക് വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളാണ്. പ്രകീർത്തിക്കണം ആ മുത്തുനബിയെ, പറയണം ആ മുത്തുനബിയെ, ഓർക്കണം ആ പൊന്നാര നബിയെ. രക്ഷ ഒന്ന് മാത്രമേയുള്ളൂ, രക്ഷ ഒന്ന് മാത്രമേയുള്ളൂ, രക്ഷ ഒന്ന് മാത്രമേയുള്ളൂ. അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു രക്ഷയും നമ്മുടെ മുന്നിലില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്തു. എന്ത് പറയുമ്പോഴും അത് ചെയ്തുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. 10 വർഷം മുത്തുനബിക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ട് എന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്തൊരു നേതാവാണ് നമ്മുടെ നേതാവ്, പൊന്നാര സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല, എന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഉറപ്പും എനിക്കില്ല. പക്ഷേ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്റെ മുന്നിലുണ്ട്. 10 വർഷം മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്ത ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അത് എന്റെ മുത്തുനബിയാണ്. നമുക്കും രക്ഷയുള്ളത് ആ മുത്തുനബിയിലാണ്. അല്ലാഹുവേ, ഞങ്ങൾ ആ ഖൽബ് മുത്തുനബിയിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. എല്ലാവരും നല്ല മനസ്സോടെ നല്ല ഖൽബോടെ സ്വലാത്ത് ചൊല്ലണം. ഇനിയുള്ള ദിനരാത്രങ്ങളിൽ സജീവമാകണം ഇൻഷാ അല്ലാഹ്. മദനിയം നമുക്കതിനൊരു വഴിയാണ്, ഒരു വലിയ വഴിയാണ്. മദീനീയം മദീനയിലേക്കുള്ള വഴിയാണ്.